السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، اوصيكم وإياي بتقوى الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരായ വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവിയെ നാളെ റബ്ബിന്റെ സ്വർഗം നാം ഓരോരുത്തർക്കും പ്രതിഫലമായി ലഭിക്കാൻ സഹായകമാകുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തു സുമർ 39-ാമത്തെ അധ്യായം, അതിന്റെ 3 ആയത്തുകളാണ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ ആയത്തിന്റെ കുറച്ച് വിശദീകരിക്കാൻ ബാക്കിയുണ്ടല്ലേ, ഇൻഷാ അല്ലാഹ്. ഒന്ന് ഓതി നോക്കാം നമുക്ക് ആദ്യം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين. ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون. إن الله لا يهدي من هو كاذب كفار. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار.
خلق السماوات والأرض بالحق يكبر الليل على النهار ويكبر النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. ما شاء الله. بارك الله فيكم جميعا. ഇതിൽ നമ്മൾ 2 ആയത്തും 3-ാമത്തെ ആയത്തിന്റെ കുറഞ്ഞ ഭാഗമാണ് വിശദീകരിച്ചത്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഈ കിതാബിന്റെ അഥവാ നമ്മളെ കയ്യിലുള്ള വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു പറയാണ്. ഈ കിതാബിന്റെ അഥവാ ഖുർആനിന്റെ അവതരണം അസീസും ഹക്കീമുമായ അല്ലാഹുവിങ്കൽ നിന്നാണ്. ഇതില് 2 നാമങ്ങൾ നമ്മൾ പഠിച്ചു, അസീസ്, ഹക്കീം. എന്തൊക്കെയാണത് നമ്മൾ പറയുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. നിശ്ചയമായും ഈ ഗ്രന്ഥം അഥവാ ഖുർആൻ നിനക്ക് അഥവാ മുഹമ്മദ് നബിക്ക് നാം ഇറക്കിയിട്ടുള്ളത് ഹഖ് ബിൽ ഹഖി, ഹക്കോടുകൂടിയാണെന്ന്. അതായത് അതിലെല്ലാ വൃത്താന്തങ്ങളും വാർത്തകളുമൊക്കെ സത്യസന്ധവും വിധിവിലക്കുകളെല്ലാം നീതിപൂർവവുമാണ്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിശദീകരിച്ച അങ്ങനെയാണ്. കാരണം അത് എവിടെ നിന്നുള്ളതാണ്? ഹക്കീമും ഖബീറുമായവനിൽ നിന്നാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയിട്ടുള്ളത്, ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫഅബ്ദുല്ലാഹ, അതിനാൽ നീ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കണം, അള്ളാഹുവിന് നീ ഇബാദത്ത് ചെയ്യണം. മുഖ്ലിസൻ, ഇഖ്ലാസോടുകൂടി, ലഹുദ്ദീൻ, അള്ളാഹ്ക്ക് മാത്രം, അവന് കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രമാക്കിക്കൊണ്ട് നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ ഫഅബ്ദുല്ലാഹ മുവഹിദൻ ലാ തുശ്രിക് ബിഹി ഷൈഅൻ, മുവഹിദായിക്കൊണ്ട് ശിർക്ക് വെക്കാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം. അൽ ഇഖ്ലാസു ബിത്തൗഹീദ്, ഇവിടെ ഇഖ്ലാസോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തൗഹീദാണ്. മഹാനായ സുദ്ദി റഹ്മഹുള്ള വിശദീകരിക്കണം. ഇനി അള്ളാഹു പറഞ്ഞു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക അള്ളാഹുവിന് മാത്രമുള്ളതാണ് ശുദ്ധമായ കലർപ്പില്ലാത്ത കീഴ്വണക്കം. അതായത് ഇഖ്ലാസോടുകൂടിയുള്ള കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ ഇബാദത്തും ത്വാഅത്തുമൊക്കെ അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ് എന്ന് നീ അറിയണമെന്നാണ്. കാരണം ഇവിടെ ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താ? ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ ലഹുത്വാഅ അല്ലെങ്കിൽ അൽ ഇബാദ. 2 വിശദീകരണമാണ് പണ്ഡിതന്മാർ കൊടുത്തത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയും ചെയ്തത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ് ഇബാദത്തും ത്വാഅത്തും ഒക്കെ. അവൻ ഏകനാണ്, അവന് യാതൊരു ശരീക്കുമില്ല എന്നർത്ഥം. ഇവിടെ ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തൊരു നമ്മൾ അനുസരിക്കേണ്ട അനുസരണത്തെ കുറിച്ചല്ല ഇവിടെ വിശദീകരിക്കുന്നത്. പരിപൂർണമായ ത്വാഅത്താണ്, നിരുപാധിക അനുസരണം എന്നൊക്കെ നമ്മൾ പണ്ട് ചർച്ച ചെയ്തിരുന്ന വിഷയമാണ്. സ്വാഭാവികം, നിരുപാധികം എന്നൊക്കെ പക്ക ചർച്ചയൊക്കെ പോയി ഇരിക്കട്ടെ. എന്താണ് ഇവിടെ അൽ ഖാലിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതാണ് ഇമാം ഖത്താദ കൊടുത്തത് അൽ ഇസ്ലാം എന്നാണ് മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ ഇതിന് തഫ്സീർ നൽകിയത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലദീന അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചിട്ടുള്ളവരാകട്ടെ, അഥവാ കാര്യകർത്താക്കളെ സ്വീകരിച്ചിട്ടുള്ളവരാകട്ടെ, യഅനി ആലിഹത്തൻ യഅബുദൂനഹാന, അള്ളാഹ്ക്ക് പുറമെ ഇബാദത്തെടുക്കാൻ വേണ്ടി അവർ ഇലാഹാക്കി വെച്ച ആളുകൾ. ഇവിടെ ഔലിയാക്കളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് അത് 2 അർത്ഥത്തിലാണ്. ഒന്ന് അസ്നാമുകൾ എന്നാണ്. ഇമാം ബഗവിയൊക്കെ കൊടുത്ത അർത്ഥം വിശദീകരണം അസ്നാമുകളെ കാര്യകർത്താക്കളാക്കി വെച്ചവർ എന്നാണ്. അസ്നാം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചാണ്, നമ്മൾ പല കിതാബുകളിലും പഠിച്ചാണ്, മുമ്പും നമ്മൾ പഠിച്ചാണ്, മദ്രസയിലൊക്കെ പഠിച്ചാണ്. അസ്നാം എന്ന് പറഞ്ഞാൽ കേവലം മരം കൊണ്ടോ വിഗ്രഹം കൊണ്ടോ കൊത്തിയുണ്ടാക്കിയ ഒരു ബിംബത്തിന് മാത്രം പറയുന്നതല്ല. പിന്നെ
അതിന്റെ പുറകിലൊരു മഹാനുണ്ട്. ഒന്നുകിൽ ഇബ്രാഹിം നബി ആകാം, അല്ലെങ്കിൽ ഇസ്മായിൽ നബി ആകാം, ലാത്തയാകാം, ഉസ്സയാകാം, ഏതെങ്കിലും ഒരു ആളെ അല്ലെങ്കിൽ ഒരു ശക്തിയെ പ്രതിനിധീകരിച്ചിട്ടുള്ളതാണ്. എത്രത്തോളം എന്നറിയോ? മറ്റു മുഫസ്സിറുകളൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മലായികത്ത, അതുപോലെ ഈസ, ഉസൈർ, മലക്കുകളെ സ്വീകരിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈസാ നബിയെ സ്വീകരിച്ചവർ, അല്ലെങ്കിൽ ഉസൈറിനെ സ്വീകരിച്ചവർ അലൈഹിമുസ്സലാം, അങ്ങനെയുള്ളവരാകട്ടെ. മാ നഅബുദുഹും അവർ പറയും നാം അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന അവർ നമ്മെ അടുപ്പിക്കാനല്ലാതെ. എവിടേക്ക്? ഇലല്ലാഹ് അല്ലാഹുവിലേക്ക്. സുൽഫ എന്ന് പറഞ്ഞാൽ ഒരടുപ്പം. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞു, ഒന്നുകൂടി ഞാനത് വായിച്ചു പോകാം. ഈ ഇപ്പൊ പറഞ്ഞതിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, റബ്ബല്ലാത്തവരെ അവർ ആരാധിക്കുന്നു. ആര്? മക്കത്തെ മുശ്രിക്കുകൾ. ഇതിന്റെ ഖിതാബ് മുശ്രിക്കുൽ അറബിനോടാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ മുശ്രിക്കുകൾ അതിൽ ഉദ്ദേശിക്കാമെങ്കിലും ഈ ആയത്ത് ഇറങ്ങുന്നത് ആരോടാ? മുശ്രിക്കുകളോടാണ്. അവ മലക്കുകളെയും നബിമാരെയും അവർ ആരാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം എന്താ? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. എന്തിനാണ് ആരാധിക്കുന്നത്? അല്ലാഹുവിങ്കിലേക്ക് ഞങ്ങളെ സുൽഫ, അടുപ്പിക്കാൻ, ആ സാമീപ്യത്തിന് വേണ്ടി, തഖർറുബിന് വേണ്ടിയാണ് അവരെന്ത് ചെയ്യണത്? ആരാധിക്കുന്നത്. അപ്പൊ ആയത്തിൽ അത് കൃത്യമാണ്. ഒന്ന്, അവർ ആരാധിക്കുന്നുണ്ട്. രണ്ട്, ആരാധനയുടെ ന്യായം എന്താണ്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്തും പണ്ഡിതന്മാർ പറഞ്ഞു ഇല്ലാ ലിയശ്ഫഊ ലനാ ഇലല്ലാഹ്, അള്ളാന്റെ അടുത്ത് ഞങ്ങൾക്ക് ശഫാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സുൽഫ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഖുർബാനാണ്, തഖർറുബാണ്. അതുപോലെ കാണാം ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ എന്ന് പറഞ്ഞാൽ ഐ ലിയശ്ഫഊ ലനാ വയുഖർരിബൂന ഇൻദഹു മൻസിലതൻ. ഇതാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുത്ത വിശദീകരണം. അതായത് ഞങ്ങൾക്ക് അള്ളാന്റെ അടുത്ത് ശഫാഅത്ത് കിട്ടാൻ വേണ്ടിയും അവന്റെ അടുക്കൽ ഞങ്ങൾക്കൊരു സ്ഥാനം കിട്ടാൻ വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹ്ക്ക് പുറമെ മഹാന്മാരോട് ഞങ്ങൾ അവരെ ഔലിയാക്കളാക്കി വെക്കുകയും അവരോട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ ഇബാദത്തുകൾ അവർക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായും ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കണം എന്താ അറിയോ? അവര് കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഇബാദത്ത് എന്ന് വെച്ചാൽ ഒന്ന് നേർച്ചയും മറ്റൊന്ന് ബലിയുമാണ്. മുശ്രിക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ ഓതിപ്പോയ സൂറത്തുൽ കഹ്ഫില്, ഉച്ചക്ക് ളുഹറിനും ജുമാക്കും ഓതിപ്പോയ സൂറത്തുൽ കഹ്ഫില്, ആ അസ്ഹാബുൽ കഹ്ഫ് അവരവരുടെ നാട്ടുകാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും പറയണ എന്താ? അവര് വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് എടുക്കുന്നവരാണ്. അതായത് ത്വവാഈത്തുകൾ, ത്വാഗൂത്തുകൾക്ക് നേർച്ചയും വഴിപാട് സമർപ്പിക്കുന്നവരാണ്. അതിന്റെ തഫ്സീറിലും അങ്ങനെ തന്നെയാണ്. രാജാവ് എന്തായിരുന്നു? രാജാവ് ഒരു ശിർക്കിന്റെ ആളായിരുന്നു. ആ നാട്ടിലുള്ളവരോട് നിർബന്ധിക്കുമായിരുന്നു എന്തിന്? വിഗ്രഹങ്ങൾക്ക് ആരാധന സമർപ്പിക്കുക. അതായത് വിഗ്രഹങ്ങൾക്ക് നേർച്ച അർപ്പിക്കാനും അതിനു മുമ്പിൽ കീഴൊതുങ്ങാനൊക്കെ. അത് മൊത്തത്തിൽ മുശ്രിക്കുകളിലൊക്കെ കാണുന്ന പ്രകടമായ ഒരു ഇബാദത്ത് അതാണ്. നേർച്ചയും ബലിയൊക്കെ അവരെന്ത് ചെയ്യും? അല്ലാത്തവർക്ക് സമർപ്പിക്കുമെന്നാണ്. ഇന്ന് നമ്മൾ അത്തരം ശിർക്കിന്റെ ആ പേറ്റന്റ് ഏറ്റെടുത്ത മുസ്ലിം നാമധാരികളായ ആളുകളിലും കാണുന്നത് എന്താ? പ്രധാനമായും ഈ രണ്ട് കാര്യമാണ്. എന്തിനാണ് ഖബറാളിയോട് ആഗ്രഹങ്ങൾ ചോദിക്കുന്നത് വെച്ചാൽ ഇതന്നെയാണ്. ഖബറാളിയോട്, അല്ലെങ്കിൽ ഖബറിൽ കിടക്കുന്ന മഹാനോട്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഒക്കെ അവര് ചോദിക്കുന്നതും തേടുന്നതും നേർച്ചർപ്പിക്കുന്നതും ബലി സമർപ്പിക്കുന്നതും ഒക്കെ ഈ പറഞ്ഞ അതേ ആശയം തന്നെയാണ്. അള്ളാഹു തആല കാക്കുമാറാകട്ടെ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ശുഫാഉനാ ഫിൽ ആഖിറ എന്നാണ്. ആഖിറത്തിൽ ശഫാഅത്ത് കിട്ടാനാണ്. നബിനോട് അങ്ങനെ തന്നെയല്ലേ പറയണത്, അല്ലേ? നബിനോടും അശ്ശഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഹലനാ ഇൻ ളാഇയ സയ്യിദി ഖൈറൻ നബി. അതന്നെ മൊയ്തീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞു. എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. വളരെ കൃത്യമാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വിശ്വാസത്തെ പച്ചയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പറഞ്ഞ അതേ സാധനത്തിന് ഒരു വ്യത്യാസമില്ലാതെ ഫോട്ടോസ്റ്റാറ്റ് അടിച്ച മാതിരി ആധുനിക കാലത്ത് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തൊട്ട് ഇമാം അബൂ സാലിഹ് ഒക്കെ റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. ശരി, എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറഞ്ഞു ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, ഇന്നല്ലാഹ നിശ്ചയമായിട്ടും അല്ലാഹു യഹ്കുമു അവൻ വിധിക്കുന്നു ബൈനഹും അവർക്കിടയിൽ ഫീമാ യാതൊന്നിൽ ഹും ഫീഹി അവർ അതിൽ യഖ്തലിഫൂൻ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നേർക്ക് നേരെ പറഞ്ഞാൽ അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നുവോ അതിൽ. നിങ്ങൾ ഇവിടുന്ന് പോയോ? നിങ്ങൾ ഖുർആനിലേക്ക് നോക്കി, നല്ല അർത്ഥം മനസ്സിലാവുള്ളൂ.
അത് തുറന്നു വെക്കും, ഖുർആൻ തുറന്നു വെക്കും. എന്നിട്ട് ഖുർആനിലേക്ക് നോക്കി നമ്മൾ ഓരോ വാക്കിന്റെ അർത്ഥം നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിച്ചെടുക്കാം. ഞങ്ങളൊക്കെ കുറെ വയസ്സായിട്ടാ പഠിച്ചു. നിങ്ങൾക്കൊക്കെ ഉള്ള ഭാഗ്യം എന്താ, അൽഹംദുലില്ലാ ഇപ്പൊ തന്നെ പഠിക്കാൻ പറ്റും അല്ലേ. നമ്മളൊന്ന് കുട്ടിക്കാലത്ത് 5ാം ക്ലാസ്സിലൊക്കെ പെങ്ങളൊക്കെ പ്രായത്തിലൊന്നും ഇതിന് അർത്ഥം തന്നെ പറഞ്ഞു തരൂല. കാരണം എന്താ പറയുക, അർത്ഥം പഠിക്കേണ്ടതില്ലാന്ന് നമ്മളൊക്കെ പഠിപ്പിച്ചു ചെറുപ്പത്തിൽ. അള്ളാഹു തആല കാത്തുരക്ഷിച്ചു, അൽഹംദുലില്ലാ. പക്ഷെ നിങ്ങൾക്കത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ ഖുർആനോട് വായിക്കണം ഇന്നല്ലാഹ. അപ്പൊ എന്താ അർത്ഥം? നിശ്ചയമായും അല്ലാഹു യഹ്കുമു, അവൻ ഹക്കീമാണല്ലോ, അതുകൊണ്ടാണ് യഹ്കുമു, അവൻ അള്ള വിധിക്കുന്നു, ബൈനഹും യഹ്കുമു, അവൻ വിധി കൽപ്പിക്കും, ബൈനഹും അവർക്കിടയിൽ. ഇതാരാന്ന് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഫീ മാ യാതൊന്നിൽ, ഹും അവർ, ഫീഹി അതിൽ, യഖ്തലിഫൂൻ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നിശ്ചയമായും അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നതിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതാണെന്നാണ്. ഇവിടെ എന്താ അങ്ങനെ പറഞ്ഞ? ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, നിശ്ചയമായും അള്ളാഹു അവൻ വിധി കൽപ്പിക്കുന്നു പറഞ്ഞാൽ എവിടെയാണ് അള്ളാഹ് വിധി കൽപ്പിക്കുക? ഐ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നുവോ അതിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐ അതായത് സയഫ്സിലു ബൈനൽ ഖലായിഖി യൗമ മആദിഹിം വയജ്സി കുല്ല ആമിലിൻ ബിഅമലിഹി. മടക്കത്തിന്റെ ദിവസം. ഏതാ മടക്കത്തിന്റെ ദിവസം? തിരികെ വരുന്ന ദിവസം അല്ലെ. ഇലാ റബ്ബിഹ എന്താണ് നമ്മളൊന്നും വായിച്ചില്ലേ, അള്ളാന്റെ അടുത്ത് മടങ്ങണ, അള്ളാന്റെ അടുത്ത് ഹിസാബുള്ള ആ നാള്, മടക്കത്തിന്റെ ദിവസം, തിരികെ വരുന്ന ദിവസം അവൻ അല്ലാഹു തആല സൃഷ്ടികളെ വേർതിരിക്കുകയും ഓരോരുത്തരുടെയും അവരുടെ പ്രവർത്തനത്തിനും അനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യും. അതാണ് യഹ്കുമു ബൈനഹും എന്ന് പറഞ്ഞാൽ. അവർക്കിടയിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? വേർതിരിക്കുകയും അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി കൽപ്പിക്കുകയും ചെയ്യും. അഥവാ മനുഷ്യനും മനുഷ്യന്റെ പ്രവർത്തനത്തിനുമിടയിൽ. അത് വളരെ കൃത്യമാണ്. ഇത് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിൽ നിരവധി ആയത്തുകൾ കാണാൻ പറ്റും. ഞാൻ പറയണതുള്ളൂ, ഒന്ന് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തു മാഇദ 116, 117 ആയത്ത്. 26-ാം അധ്യായം സൂറത്തു ശുഅറ 91 മുതൽ 99 വരെയുള്ള ആയത്ത്. അതുപോലെ 34-ാമത്തെ അധ്യായം നമ്മളിപ്പോ വായിക്കുന്നതിന്റെ അവിടുന്ന് കുറച്ചു മേലെ സൂറത്തു സബ, അതിലെ 40, 41 ആയത്ത്. എന്തിന് ഞാൻ ഇത്രയും ആയത്തുകൾ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ പരിശോധിക്കണം. ഒരായത്തുനിന്ന് ലാഹിറിൽ നമുക്ക് ഇങ്ങനെ വായിച്ചിട്ട് കിട്ടുന്ന ഒരു മായനല്ല ഉണ്ടാവുക. ഈ ആയത്തിന് കൃത്യമായ വിവരണം മറ്റായത്തിൽ വന്നിട്ടുണ്ടാവും. ഒരായത്തിൽ ഒരു വിഷയം അള്ളാഹ് പറഞ്ഞത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് പൂർത്തിയായിട്ട് പറയാം വേറൊരു വിഷയത്തിലാണ്. അല്ലെങ്കിൽ ഒരു ആയത്തില് എന്താ പറയാ, ചിലതിന്റെ വ്യംഗ്യമായ സൂചന ഉണ്ടാവുള്ളൂ. അത് വിശാലാക്കിയിട്ട് അപ്പുറത്ത് പറയും. ഇവിടെ ഖാസായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് തഫ്സീറിന്റെ രീതി തന്നെ. അതുകൊണ്ട് ഒരു ആയത്തിന് എപ്പോഴും മറ്റൊരായത്താണ് തഫ്സീർ. യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ പഠിക്കുന്ന വിഷയത്തിന്റെ കൂടെ മറ്റ് ചില സൂറത്തുകളിലെ ആയത്തുകളും കൂടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുക. കാരണം ഇയാളിപ്പോ എന്തിനാ കുറെ ആയത്ത് വേറെ ഓതിയത്? അതിന് 2 മാർഗമുണ്ട്. ഒന്ന്, ഒരു നോട്ട് ബുക്കും ഒരു കടലാസും അല്ലെങ്കിൽ ഒരു പേനെടുത്തിരിക്കുക, അല്ലെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ മനസ്സിലാവും ഈ ആയത്തിന്റെ തഫ്സീറാണ് മറ്റൊരായത്ത്, അതുകൊണ്ടാണ് അത് വായിക്കണത് എന്നുള്ളത്. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഈ ആയത്ത് മാത്രം ഞാൻ പറയാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലെ 40, 41 ആയത്തുകളിൽ റബ്ബ് പറയുന്ന വാക്കെന്തറിയോ? അള്ളാഹ് പറയാണ്, وَيَوْمَ يَحْشُرُهُمْ جَمِيعًا ثُمَّ يَقُولُ لِلْمَلَائِكَةِ أَهَؤُلَاءِ إِيَّاكُمْ كَانُوا يَعْبُدُونَ. അപ്പോൾ ഒരു പറഞ്ഞ മറുപടിയാണ്, قَالُوا سُبْحَانَكَ أَنْتَ وَلِيُّنَا مِنْ دُونِهِمْ بل كانوا يعبدون الجن أكثرهم بهم مؤمنون. അല്ലാഹ് പറയാണ്, അവരെ മുഴുവനും അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. എന്നിട്ട് അവൻ മലക്കുകളോട് ചോദിക്കും, നിങ്ങളെയാണോ ഇക്കൂട്ടർ ആരാധിച്ചിരുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മലക്കുകൾ അവർ ആരാധിക്കുന്നുണ്ട്.
അല്ലെ? മലക്കുകളെ നിങ്ങളെയാണ് ആരാധിച്ചിരുന്നത്? ഖാലു. അപ്പൊ അവര് പറയും സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ. സാധാരണ ഈ പദം രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക. സുബ്ഹാനക ഒന്ന് ആശ്ചര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, രണ്ടാമത്തത് ഇത്തരം ശിർക്കൻ പ്രവൃത്തി, കുഫ്രൻ പ്രവൃത്തികൾ വരുന്നിടത്ത് അതിനുള്ള മറുപടി. ഇപ്പൊ ഈസാ നബിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കാണാം അള്ളാന്റെ പുത്രനൊക്കെ സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണ്. അതായത് അള്ളാന്റെ പരിശുദ്ധി വാഴ്ത്താണ്. മറുവശത്ത് നമ്മൾ സാധാരണ അറബികളൊക്കെ യൂസ് ചെയ്യും സുബ്ഹാന, സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അപ്പൊ എന്താ? അതൊരു ആശ്ചര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. ഇവിടെ വിഷയം വളരെ ഗൗരവമാണ്. എന്നിട്ട് പറഞ്ഞു അൻത വലിയുന മിൻ ദൂനിഹിം, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ബൽ കാനു യഅ്ബുദൂനൽ ജിന്ന, അതോടൊപ്പം പറഞ്ഞത് അവരല്ല, എന്നാൽ അവർ ജിന്നുകളെയായിരുന്നു ആരാധിച്ചിരുന്നത്. അപ്പൊ നോക്കിങ്ങള്, സത്യത്തിൽ മലക്കുകളെ എന്ന രീതിയിൽ ഇതിന്റെ വിശദീകരണങ്ങൾക്ക് പോയി അത്ഭുതപ്പെട്ടു. മലക്കുകളുടെ രീതിയിലും അല്ലെങ്കിൽ രൂപത്തിലൊക്കെ ജിന്നുകൾ അവരെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അല്ലെങ്കിൽ ജിന്നുകൾ അവരോട് പ്രബോധനം നടത്തുകയും അങ്ങനെ മലക്കുകളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവർ ജിന്നുകൾ ആരാധിച്ചിരുന്നു എന്നൊക്കെ തഫ്സീറിൽ കാണാൻ പറ്റും. അത്രയും വിശാലതയിലേക്ക് പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നോക്കി നിങ്ങൾ, ശരിക്കും പൊട്ടന്മാരാണ് ശിർക്കിന്റെ അഹലുകാരൊക്കെ, തനി മന്ദന്മാരാണ്. അത് ഒരു ലേശം കോമൺ സെൻസ് ഉള്ള ഒരാളും അല്ലാത്ത ഒരാളോട് എന്ത് ചെയ്യൂല, ഇബാദത്ത് സമർപ്പിക്കുക. അത്ര വലിയ വങ്കത്വം വിഡിത്താണത്. അവരിൽ ജിന്നുകളിൽ അധിക പേരും അവരിൽ ജിന്നുകളിൽ വിശ്വസിക്കുന്നവരത്രയും. എന്നിട്ട് പിന്നെ പറഞ്ഞു അല്ലപ്പോ അവർക്കിടയിൽ വേറൊരു ഭാഗത്ത് കാണാം. ഇവിടെ യഹ്കുമു ബൈനഹുന്നാണ്. ഇതേ പദപ്രയോഗം മറ്റൊരിടത്ത് കാണാം. ചിലടത്ത് യഫ്സിലു ബൈനഹുന്നാണ്. ആകയാൽ അന്ന് നിങ്ങൾക്ക് അന്യോന്യം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവുണ്ടായിരിക്കുന്നതല്ല. അക്രമം ചെയ്തവരോട് നിങ്ങൾ നിഷേധിച്ച് തള്ളിക്കൊണ്ടിരുന്ന നരകശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് നാം പറയും ചെയ്യും. ഇതൊരു ചെറിയ സാമ്പിളാണ്. അതായത് മലക്കുകളെ വിചാരിച്ചിട്ട് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പോയ, ജിന്നിനോട് ഇബാദത്ത് എടുത്തു പോയ ആളുകൾക്കും അവർക്കുമിടയിൽ അല്ലാഹു തആല വേർതിരിവുണ്ടാക്കും. ഇത് വല്ലാത്തൊരു വിഷയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ശിർക്കിന്റെ എല്ലാ തലത്തും നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊന്നും കൂടി വ്യക്തമാക്കാൻ ഞങ്ങൾക്ക് ഒരായത്ത് കൂടി പറഞ്ഞുതരാം. കൂടുതൽ ഞാൻ പറയണില്ല, ഒറ്റ ആയത്ത്. സൂറത്ത് യൂനുസ് 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 28-ാമത്തെ ആയത്ത്. ഈ ആയത്തൊരു വിഷയങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ ഈ തൗഹീദുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൊക്കെ പറയുമ്പോൾ ചിലപ്പോ പറഞ്ഞു പോണ ആയത്തുകളുടെ കൂട്ടത്തിൽ എവിടെ നിന്നറിയോ? وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا مَكَانَكُمْ أَنْتُمْ وَشُرَكَاؤُكُمْ فَزَيَّلْنَا بَيْنَهُمْ وَقَالَ شُرَكَاؤُهُمْ مَا كُنْتُمْ إِيَّانَا تَعْبُدُونَ فكفى بالله شهيدا بيننا وبينكم إن كنا عن عبادتكم لغافلين. ഇനി പറയുന്ന വാക്കെന്തറിയോ? هنالك تبلو كل نفس ما أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون. റബ്ബ് പറയാണ്, അവരൊക്കെ നാം ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് മുശ്രിക്കുകളോട് നിങ്ങളും നിങ്ങൾ പങ്കാളികളായി ചേർത്തവരും അവിടെ തന്നെ നിൽക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന ദിവസം. ഇതാണ് ശരിക്ക് യഹ്കുമു ബൈനഹും എന്നാണ്. അത് നമ്മളും നമ്മുടെ പ്രവർത്തനത്തിനുമിടയിൽ വിധി കൽപ്പിക്കുക, വിശേഷിച്ച മുശ്രിക്കുകളെ സംബന്ധിച്ചാണ്. എന്നിട്ട് പറയാണ്, അനന്തരം നാം അവരെ തമ്മിൽ വേർപ്പെടുത്തുന്നതാണ്. അവരെ തമ്മിൽ വേർപ്പെടുത്തും. അവർ പങ്കാളികളായി ചേർത്തവർ പറയും, നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യന് ഇതിലും വലിയ അപമാനം എന്താ? ഒരു മനുഷ്യന് ഇതിലും വലിയ അപമാനം. നമ്മൾ ആരാധിച്ചിരുന്ന അള്ളാനെ അള്ള ഒരിക്കലും അങ്ങനെ പറയില്ല. പക്ഷെ അവരാരാധിച്ചിരുന്നത് ആരെയാണോ അവരങ്ങനെ പറയുന്നതാണ്. അതിനാൽ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായ അല്ലാഹു മതി, നിങ്ങളുടെ ആരാധനയെ പറ്റി ഞങ്ങൾ തീർത്തും അറിവില്ലാത്തവരായിരുന്നു. ഈ ആശയാണ്
ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂന. ഇത് മനസ്സിലാക്കാൻ ശരിക്ക് സൂട്ടായ ആയത്തുകൾ വേറെയുണ്ട്. അതിൽ ചില സൂചനയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. വല്ലാഹു തആല അഅലം. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. എന്താ? ഖുർആനിലേക്ക് നോക്കി, മക്കൾ ഖുർആനിലേക്ക് നോക്കി. ഇന്നല്ലാഹ എന്താ അർത്ഥം? ഇന്ന എന്ന് പറഞ്ഞെന്താ? നിശ്ചയമായും അല്ലാഹു. ഇന്നല്ലാഹ പറഞ്ഞെന്താ? നിശ്ചയമായും അല്ലാഹു. ലാ യഹ്ദി, യഹ്ദി എന്ന് പറഞ്ഞാൽ ഹിദായത്തിലാക്കും. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല. ലാ യഹ്ദി എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം വരാ? ഹിദായത്തിലാക്കുകയില്ല അല്ലെ? മൻ ഒരുത്തരെ. നിങ്ങള് തീരെ അറബി പഠിപ്പിക്കല്ലേ? ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലെ? കാന, മൻ, ഇല, അതുപോലെ അങ്ങനെ കുറെ പദങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് ഹുമ ഹുമ, ഹുവ ഹുമ ഹും, ഈ ഹുമ ഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അനവന അനനഹനു അല്ലെ? ഫഅല ഫഅല ഫഅലു. അതിന്റെ ഇതിമെന്നാണ് അങ്ങോട്ട് പോവാ. പിന്നെ ഫഅല യഫഅലു ഫഅലൻ വഹു ഫാഇൽ. ഇതുമൊക്കെ ഇതിമെന്നാണ് അങ്ങോട്ടൊക്കെ പോകല് നമ്മള്. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾ പഠിക്കണ്ടാവും. ഇവിടെ പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഹ്ദി, നിശ്ചയമായിട്ടും അല്ലാഹു നേർവഴിയിലാക്കൂല, മൻ ഒരുത്തരെ, ഹുവ അവൻ, കാദിബുൻ കളവ് പറയുന്നവനാണ്, കഫാർ നന്ദി കെട്ടവനുമാണ്. ഒറ്റ വാക്ക് പറഞ്ഞാല് നുണയനും നന്ദി കെട്ടവനുമായിട്ടുള്ളവരാരോ അവനെ അള്ളാഹു ഹിദായത്തിലാക്കൂല. തീർച്ച അള്ളാഹു തുറന്നു പറയാണ്, നുണയനും നന്ദി കെട്ടവനുമായവനെ അള്ളാഹു ഹിദായത്തിലാക്കൂല. അങ്ങനെ പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് പങ്കുകാരെ നിശ്ചയിച്ചുകൊണ്ട് അവന്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവർക്കും അള്ളാഹുവിന്റെ നിഅമത്തുകളെ തീർത്തും നിഷേധിക്കുന്ന നന്ദി കെട്ടവർക്കും സത്യം സ്വീകരിക്കാൻ അള്ളാഹു വഴിയൊരുക്കില്ല എന്നാണ്. ഇതാണ് മുഖ്തസർ തഫ്സീറിലൊക്കെ കൊടുത്ത ആശയതാണ്. ഇവിടെ ഷിർക്കിന് കുറ്റാണ്. ഷിർക്ക് വലിയ പാപാണല്ലോ. പക്ഷെ ഷിർക്കിന്റെ കൂടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അള്ളാഹുവിന് പുറമെ ഷിർക്ക് വെക്കാൻ വേണ്ടി അവര് കാണുന്നതിന് അത് അള്ളാഹ് അനുവദിച്ചതാണ് എന്ന നിലക്ക്, അള്ളാഹ് നിശ്ചയിച്ചതാണ് എന്ന നിലക്ക് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ കുറച്ച് കടുത്ത മുശ്രിക്കുകളുണ്ട്. ഓൽക്ക് രണ്ട് കുറ്റ, ഒന്ന് ഷിർക്കും മറ്റൊന്ന് കുഫറുമാണ്. ശരിക്കും ഷിർക്കിനെക്കാളും ഗൗരവമാണെന്ന് തോന്നുന്നു. അങ്ങനെ ചർച്ച ചെയ്ത പണ്ഡിതന്മാരുണ്ട്. ഏതിന്? അള്ളാഹ് നിശ്ചയിച്ചതാണ് ലാത്തനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹ് നിശ്ചയിച്ചതാണ് മഹാന്മാരോട് ദുആ ചെയ്യാൻ എന്ന് പറയല് മഹാന്മാരോട് ദുആ ചെയ്യുന്നതിനേക്കാളും വലിയ ഇതിന്റെ ചർച്ചകളിലൊക്കെ കാണാൻ പറ്റും. ശരി. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് 4-ാമത്തെ ആയത്തിൽ, ലൗ അറാദല്ലാഹ്, അറാദ യുരീദു, ഇറാദത്ത് നമ്മൾ പറയില്ല, അറാദ, ലൗ അറാദ ഉദ്ദേശിച്ചാൽ, അവിടെ ലൗ വന്നുകൊണ്ടാണ് അങ്ങനെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ, അയ്യത്തഖിദ അവൻ സ്വീകരിക്കൽ, വലദൻ, വലത് പറഞ്ഞെന്താ മക്കളെ? വലത് പറഞ്ഞെന്താ? യവലത് എന്നറിയില്ല എന്താ വലത് പറഞ്ഞ? സന്താനം അല്ലെ? സന്താനത്തെ. അപ്പോ ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ, ഒരു സന്താനത്തെ സ്വീകരിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലസ്തഫ അവൻ തെരഞ്ഞെടുക്കുമായിരുന്നു. മുസ്തഫ എന്ന് പറയില്ല നമ്മള് അല്ലെ? മുസ്തഫ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. മുസ്തഫ ബാക്കിയും കിട്ടും ചിലപ്പോ അല്ലെ? മിശാരി റാഷിന്റെ ഒരു പാട്ടുണ്ട് അങ്ങനെ, മുസ്തഫ അതാരെ കുറിച്ചാ? മുഹമ്മദ് നബിനെ കുറിച്ചാണ്. മുഹമ്മദ് നബി ആരാണ്? മുസ്തഫായ നബി അല്ലെ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ലസ്തഫ, അതാണ് വസ്തഫാനി എന്നൊക്കെ നബി പറഞ്ഞു. അതന്നെ ഇവിടെ ലസ്തഫ അവൻ തെരഞ്ഞെടുക്കുമായിരുന്നു. മിമ്മ യാതൊന്നില്ലെന്ന്, യഖ്ലുഖു അവൻ സൃഷ്ടിക്കുന്ന, മാ എന്ന് പറഞ്ഞാൽ യാതൊന്ന്, യശാഉ അവൻ ഉദ്ദേശിക്കുന്ന. ഒറ്റ വാക്ക് പറഞ്ഞാൽ അവൻ ഒരു സന്താനത്തെ സ്വീകരിക്കണം എന്ന് അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യുമായിരുന്നു? അവൻ സൃഷ്ടിക്കുന്നവയിൽ നിന്ന് തന്നെ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ തെരഞ്ഞെടുക്കുമായിരുന്നു എന്നാണ്. അതിന്റെ മാനയായിട്ട് പഠിപ്പിക്കുന്നത് യഅനി അൽ മലായികത്താണ്, മലക്കുകളെ. അള്ളാഹ്ക്ക് പുത്രൻ ഉണ്ടാകണമായിരുന്നെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് തെരഞ്ഞെടുക്കും. ആരെ? മലക്കളെ തെരഞ്ഞെടുക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് അടുത്ത വരി എന്താ? സുബ്ഹാന. കണ്ടോ?
നേരെ ആ പറഞ്ഞത് ഒരിക്കലും പാടില്ലാത്താണ്, അപരാധാണ്. അതുകൊണ്ടാണ് സുബ്ഹാന, അവൻ എത്രയോ പരിശുദ്ധൻ. സുബ്ഹാനഹു അല്ലെ, അവിടെ ഒരു വാവില്ലേ, വാവ് ഖുർആനിൽ കാണാനുണ്ടോ? സുബ്ഹാനഹു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വാവുണ്ടോ? ആ വാവിന് എത്ര നീട്ടാം? 2 4 ഒക്കെ പോലെ. ഏറ്റവും അഫ്ളൽ 2 തോന്നുന്നു. സുബ്ഹാനഹു. ഓക്കെ, ഹുവ സുബ്ഹാനഹു എന്ന് പറഞ്ഞാൽ അവൻ എത്രയോ പരിശുദ്ധൻ. ഹുവ അവൻ, അല്ലാഹു. ഇനി അള്ളാഹിനെ കുറിച്ച് പറയാണ്. അൽ വാഹിദ് ഏകനാണ്, അൽ ഖഹാർ എല്ലാം കീഴടക്കി വെക്കുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞാല് അവൻ എത്രയോ പരിശുദ്ധൻ. അതായത് അവൻ അങ്ങനെ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവൻ തെരഞ്ഞെടുത്തിട്ടില്ല. അവൻ എത്രയോ പരിശുദ്ധൻ. ഹുവല്ലാഹു അൽ വാഹിദുൽ ഖഹാർ, ഖഹാറായ വാഹിദായ അള്ളാഹുവാണ് അവൻ. അതായത് എല്ലാ സൃഷ്ടികളെയും അടക്കി ഭരിക്കുന്നവൻ എന്നാണ് ഖഹാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഖഹാർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കീഴടക്കി വെക്കുന്നവനാണ്. അതിന് നേർക്ക് നേരെ നമ്മൾ മലയാളത്തിലെ ഒരു ആശയം പറയാം. ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും അടക്കി ഭരിക്കുന്നവനാണവൻ. ആര്? ഖഹാർ. വാഹിദ് എന്ന് പറഞ്ഞാലോ രണ്ടാമതൊന്നില്ലാത്തവനാണ്. അഹദും വാഹിദും രണ്ടും അള്ളാന്റെ നാമങ്ങളാണ്. ഇത് നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് പഠിച്ചപ്പോ വിസ്തരിച്ച് പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇവിടെ തന്നെ ഇരുന്നിട്ട്. അഹദും വാഹിദും രണ്ടാണ്. വാഹിദാണ് ഇവിടെ ഉപയോഗിച്ചത്, രണ്ടാമതൊന്നില്ലാത്തവനാണ് എന്റെ മാന. ഇത് എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. അഹദ് അത് വേറെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് ചർച്ച ചെയ്യാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കണം എന്താ അറിയോ? നേരത്തെ പറഞ്ഞത് ഷിർക്കിന്റെ, പ്രത്യേകിച്ചും മക്ക മുശ്രിക്കുകളുടെ ഷിർക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കർക്കശമായി അത് അവരുടെ വാദത്തിന്റെ ദുർബലത വ്യക്തമാക്കുകയും എന്നിട്ട് അവരിൽ തന്നെയുള്ള ആളുകളും അതുപോലെ യഹൂദ നസാറാക്കളും ഒക്കെ കാണുന്നത് പോലെ, അവർ സ്വീകരിക്കുന്നത് പോലെ അള്ളാഹ്ക്കൊരു പുത്രൻ എന്നൊരു സങ്കല്പമില്ല, അങ്ങനെ സംഗതി ഇല്ല. ഉണ്ടെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യുന്നു? മലക്കുകളെ തെരഞ്ഞെടുക്കുമായിരുന്നു. പക്ഷെ സുബ്ഹാന, അവൻ എത്രയോ പരിശുദ്ധനാണ്, കാരണം അവനങ്ങനെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നതാണ്. ഇവിടെ ഈ പുത്രവാദം എന്നുള്ളത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇത് അപകടവും അടിസ്ഥാനരഹിതവുമാണ്, വ്യാജ ആരോപണമാണ്. 16-ാം അധ്യായം സൂറത്ത് നഹലിന്റെ 57-ാമത്തെ ആയത്തിൽ കാണാം. മാത്രമല്ല, അവർ ചമച്ചുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. 21-ാം അധ്യായം സൂറത്ത് അംബിയ 26-ാമത്തെ ആയത്ത്. അതുണ്ടായാൽ, അള്ളാഹ്ക്കൊരു പുത്രൻ ഉണ്ടായാൽ എന്താ കുഴപ്പം? എന്തിനപ്പം നിങ്ങൾ ഇത്ര ബലം പിടിക്കണം? എന്താ 3 എണ്ണോ 30 എണ്ണോ 300 എണ്ണോ 3330 അല്ലെ എന്താ 33 കോടിയോ എന്താ എന്താ പ്രശ്നം? എന്തിനാ നിങ്ങൾ ഇത്ര ബലം പിടിക്കണം? നിങ്ങൾ എന്ത് കുറച്ചുകൂടി സഹിഷ്ണുത കാണിച്ചെന്താ എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. നമ്മളെ ചില മത എന്താ പറയാ സഹിഷ്ണുതവാദികളും അങ്ങനെ ഉദ്ധരിക്കും. അതായത് പുരോഗമന ചിന്ത പറഞ്ഞിട്ട് ആൾക്കാരെ മുന്നിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട്. ഞാൻ പറയണത് 3 എണ്ണം വേണ്ട, ഒന്നുണ്ടായാൽ തന്നെ പൊളിയും. ഒന്നുണ്ടായാൽ തന്നെ പൊളിയും. അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് പൊളിയും. കാരണം എന്താ അറിയോ? വാപ്പാന്റെ ഗുണങ്ങളൊക്കെ പലപ്പോഴും ആർക്കുണ്ടാവും? മക്കൾക്കുണ്ടാവും, അല്ലെ? അപ്പോ ബാപ്പാക്ക് മാത്രം അവകാശപ്പെട്ടതാകൂല ഇബാദത്ത്. ആർക്കൂടി കൊടുക്കേണ്ടി വരും? മക്കൾ കൂടി കൊടുക്കണം. അതോടുകൂടി എന്ത് പൊളിയും? അഹദും പൊളിയും, സ്വമതും പൊളിയും. ശരിക്ക് സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചപ്പോ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, വിസ്തരിച്ച് പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അള്ളാഹ്ക്ക് പുത്രൻ പറ്റൂല? എന്തുകൊണ്ട്? അതുകൊണ്ട് അള്ളാഹ് അള്ളാഹ്ക്കൊരു കൂട്ടുകാരിയില്ല, അള്ളാഹ്ക്കൊരു പുത്രനുമില്ല. ഇണുണ്ടെങ്കിലല്ലേ മക്കൾ ഉണ്ടാവുള്ളൂ. അതുമില്ല, മക്കളുമില്ല. ഇനി അള്ളാഹ്ക്ക് തന്നെ കുൻ ഫയക്കൂൻ നിലക്ക് ഉണ്ടാക്കാലോ? ഇല്ല. അതുകൊണ്ട് അള്ളാഹു തുറന്നാണ് പറഞ്ഞു. എത്ര സ്ഥലത്തറിയാം? ഒരു 15-ലധികം ആയത്തുകൾ കാണാൻ പറ്റും പുത്രവാദത്തെ എതിർക്കുന്നതായിട്ട്. ഒന്ന് കൂട്ടരെ വാദം ഉദ്ദേശിച്ചു, ഒന്ന് നസാറാക്കൾ. അതിനു മുമ്പ് യഹൂദന്മാർ ഉസൈറിനെ കുറിച്ച്, ഇബ്നുല്ലാ. മറ്റൊരു പറഞ്ഞു മസീഹ് ഇബ്നുല്ലാ. മക്കത്തെ മുശ്രിക്കുകൾ ഒന്നുകൂടി മേലെ കയറി, അവർ മലക്കുകളാക്കി. മലക്കുകൾ അള്ളാഹുവിന്റെ ബനാത്തുല്ലാ എന്ന് പറഞ്ഞു, അള്ളാഹിന്റെ പുത്രിമാരാണ്. അള്ളാഹ് അതിനെ തിരിച്ചടിച്ച് എങ്ങനെ അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൽക്ക് പുത്രി ഉണ്ടായ ഓലെന്ത് ചെയ്യും? അപമാന ഭയത്താൽ കുഴിച്ചിടും. എന്നിട്ട് അതേ ആൾക്കാർ അള്ളാഹ്ക്ക് എന്ത് ചെയ്യാണ്? മലക്കുകൾ അള്ളാഹിന്റെ പുത്രിമാരെന്ന് പറയുകയുമാണോ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അവരെ പരിഹസിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഒരിക്കലും അതില്ല. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞത്, അള്ളാഹ്ക്ക് പുത്രൻ ഉണ്ടായുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഉലൂഹിയത്തിന് അവരും അർഹരാകുമായിരുന്നു.
അള്ളാഹ്ക്ക് വാപ്പ ഉണ്ടായാലും പ്രശ്നമാണ്, ഉമ്മ ഉണ്ടായാലും പ്രശ്നമാണ്, ഭാര്യ ഉണ്ടായാലും പ്രശ്നമാണ്, മക്കളുണ്ടായാലും പ്രശ്നമാണ്. കാരണം എന്താ? അവരൊക്കെ അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ പങ്കുചേരുമായിരുന്നു. അതോടുകൂടി ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അള്ളാഹുവിന്റെ ഏകത്വം പൊളിയും. അള്ളാഹു ദാത്തിലും ഏകനാണ്, സിഫാത്തിലും ഏകനാണ്, അഫ്ആലിലും അള്ളാഹു ഏകനാണ്. ഇസ്ലാമിന്റെ തൗഹീദ് പറഞ്ഞ എന്താ? നിങ്ങള് അതിനെ പൊളിക്കാൻ ലോകത്തൊരാളെ കൊണ്ട് കഴിയില്ല. അത്ര സ്ട്രോങ് ആണ് അത് ഇസ്ലാമിന്റെ തൗഹീദ്. പക്ഷെ അത് മനസ്സിലാകാത്തോണ്ട് നമ്മളെ ആൾക്കാരനെ അതിനങ്ങനെ അകന്നു പോകലാണ്. ശരി, ഇവിടെ അള്ളാഹു തആല പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഖഹാറായ ഏകനായ അള്ളാഹുവാണ് അവൻ, അല്ലെ? ഇവിടെ ഈ പദങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഖഹാർ എന്നുള്ളൊരു പദം നമ്മൾ പഠിക്കാൻ, അപ്പൊ ഇതിന്റെ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ച പദം എന്തൊക്കെ ഒന്ന് ഓർക്കുണ്ടോ നിങ്ങള്? ഒന്നാമത്തെ ആയത്തിൽ നിന്ന് താഴത്തേക്ക് പോയി നോക്കി ഏതൊക്കെ പദങ്ങളെ പഠിച്ച് നോക്കാം. ഖുർആനിൽ നോക്കണം, എന്റെ മുഖത്തല്ല, ഖുർആനിൽ നോക്കണേ. ഏതൊക്കെ പദങ്ങളുണ്ട് നോക്കി. അസീസ് ഉണ്ട്, ഹക്കീം ഉണ്ട്. പിന്നെ താഴത്തേക്ക് പോരുമ്പോ ഏതാ അള്ളാന്റെ പദങ്ങള്? വാഹിദ് ഉണ്ട്, ഖഹാറുണ്ട്. അപ്പൊ എത്ര വാക്കുകൾ ഇപ്പൊ നമ്മൾ പഠിച്ചു? അള്ളാന്റെ പേര് 4 അള്ളാഹ് എന്നുള്ള പേരിന് പുറമെ 4 പഠിച്ചു, അല്ലെ? പിന്നെ തുടക്കത്തിൽ നമ്മൾ 2 പഠിച്ചില്ലേ? റഹ്മാൻ, റഹീം, അല്ലെ? അത് നമ്മൾ പഠിച്ചു. അപ്പൊ മൊത്തത്തിൽ 6 പേര് ഇപ്പൊ പഠിച്ചു. അള്ളാഹ് എന്നുള്ള പേരിന്റെ പുറമെ അള്ളാഹിന്റെ 6 നാമങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നെന്താണ്? ഹക്കീമാണ്, മറ്റേത് അസീസാണ്, ഇവിടെ വാഹിദാണ്, ഖഹാറാണ്. ഖഹാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? എല്ലാ സൃഷ്ടികളെയും അടക്കി ഭരിക്കുന്നവനാ. ഓനെ ഭരിക്കാൻ ആരുമില്ല, ഓനാണ് എല്ലാറ്റിനെയും ഭരിക്കുന്നവൻ, അല്ലെ? ഖുർആനില് 22 സ്ഥലങ്ങളിൽ ഈ വാക്ക് വന്നിട്ടുണ്ട്, ഈ നാമം വന്നിട്ടുണ്ട്. ഏത് നാമം? ഖഹാർ എന്ന നാമം. എത്ര സ്ഥലത്ത്? 22 സ്ഥലത്ത്. അപ്പൊ ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഈ വാചകത്തിന്റെ ശക്തിയും പ്രസക്തിയും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇനി ഒരു ആയത്ത് മാത്രം, ഞാൻ ഇത്രയും നേരം നമ്മൾ ആയത്ത് സൂചിപ്പിച്ചില്ലല്ലോ, അതുകൊണ്ട് ഒരായത്ത് മാത്രം പറയാം. 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇന്റെ 171-ാമത്തെ ആയത്ത്. അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്ലി കിതാബിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, യാ അഹ്ലുൽ കിതാബ് ലാ തഅലൂ ഫി ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. അഹ്ലി കിതാബുകാരെ, നിങ്ങൾ മതത്തിന്റെ കാര്യത്തിൽ അതിര് കവിയരുത്, അള്ളാന്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങളൊന്നും പറയുകയും ചെയ്യരുത്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹ്. അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻ ഫആമിനൂ ബില്ലാഹി വറസുലിഹി. എന്താണ്? മറിയമിന്റെ മകനായ മസീഹ ഈസ അള്ളാന്റെ റസൂലാണ്, മറിയമിലേക്ക് അള്ളട്ട് കൊടുത്ത അവന്റെ വചനമാണ്, അവങ്കിൽ നിന്നുള്ളൊരു ആത്മാവ് മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. ഇനി പറയണ വാക്കോക്കി, വലാ തഖൂലു സലാസ. വലാ തഖൂലു സലാസ, തൃത്വം എന്ന് നിങ്ങൾ പറയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് നിങ്ങൾ പറയരുത്. സത്യാണ്. ഇത് അല്ലാഹു തആല അഹ്ലി കിതാബിനോട് പറയാണ്. എന്നിട്ട് എന്തിനാണത്? ഇൻതഹു ഖൈറുൽ ലക്കും, ഇൻതഹു ഖൈറൻ ലക്കും. എന്തിനാണത്? നിങ്ങളുടെ നന്മക്കായി നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കണം. നിങ്ങളുടെ നന്മ എന്താ? അത് പറയാതിരിക്കലാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ് സുബ്ഹാനഹു അയ്യകൂന ലഹു വലദ്. അല്ലാഹു ഏക ഇലാഹു മാത്രമാകുന്നു, തനിക്കൊരു സന്താനമുണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവനെത്രയോ പരിശുദ്ധൻ അത്രയെന്ന്. ഞാൻ എന്തിനാ ഈ ആയത്തൊക്കെ പറഞ്ഞാൽ, നമ്മളിപ്പോ പഠിക്കണ 4-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായി ഒട്ടുമിക്ക മുഫസ്സിറുകളും എടുത്തുകൊടുത്ത ആയത്തുകളൊന്നാണത്. അതുകൊണ്ടാണ് ഞാനത് ആയത്തിന്റെ തഫ്സീർ ആയതുകൊണ്ടാണ് ഈ ആയത്ത് എടുത്തു കൊടുക്കുന്നത് നിങ്ങളോട് പറയണത്. ഇവിടെ പറഞ്ഞ വാക്കെന്താ? വല്ലാത്ത വാക്കാണ്. അവനങ്ങനെ ഒരു മകനെ ഉണ്ടാവൂല എന്ന്, ഒരു സന്താനം ഉണ്ടാവൂല എന്നുള്ളത് തുറന്നു പറയാണ്. ഇത് പറയുമ്പോഴും നമ്മളെ ചില ആൾക്കാർ പുരോഗമനം പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന നിങ്ങള്? പുരോഗമനം പറഞ്ഞിട്ട് അവസാനം എന്താക്കുമെന്ന് വെച്ചാല് ആശംസകളും അഭിവാദ്യങ്ങളും ഒക്കെ അർപ്പിക്കും. ഏത്? നമ്മളെ ആരാധിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ ആരാധിച്ചോളി, നിങ്ങളെ ആരാധന നിങ്ങൾക്ക്, നമ്മളെ ആരാധന നമുക്ക്, അതൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ആരാധനക്ക് സർവ്വ ആശംസ. അപ്പൊ എന്താ സംഭവിക്കണത്? നിങ്ങള് അള്ളാഹ്ക്ക് പുത്രനുണ്ട് എന്ന വാദത്തിന് ഇന്റെ വക ആശംസ, കുഫറിന് ഇന്റെ വക ആശംസ. ഞാനങ്ങനെ ആരാധിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ ആരാധിച്ചോളി, അതിന് ഇന്റെ വക ആശംസ. എങ്ങനെ ഉണ്ടാവും?
അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞത് അവര് മദ്യപാനികളെക്കാളും വ്യഭിചാരികളെക്കാളും മോശക്കാരാണ്. ആർക്ക്? ശിർക്കിന്, അഅയാദുൽ മുശ്രിക്കീൻ അല്ലെങ്കിൽ അഅയാദുൽ കുഫാർ, കുഫാറുകളുടെ ആഘോഷങ്ങൾക്ക് ആശംസ നേരുന്നവർ അവർ മദ്യപാനികളെക്കാളും വ്യഭിചാരികളെക്കാളും മോശമാണ്. ഞാന് വർക്ക് ചെയ്യണത് ഒരു ഡി അഡിക്ഷൻ സെന്ററിലാണ്. നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് തന്നെ, ഇവിടെ തന്നെ മൗലാന തന്നെ. എന്താന്ന് വെച്ചാല് നമുക്കിങ്ങനെ ഏറ്റവും വലിയ സാമൂഹിക തിന്മയായി ഇപ്പൊ എല്ലാവരും അവതരിപ്പിക്കണം. അതൊരു ട്രെൻഡാട്ടോ. ആ ട്രെൻഡ് ഇപ്പൊ പോവും, അടുത്ത ട്രെൻഡ് വരാൻ പോവും. അടുത്ത ട്രെൻഡ് ഏതറിയോ? മ്യൂസിക്കാണ്. മ്യൂസിക് ലഹരിയെക്കാളും അപകടകാരിയായിട്ട് വരാൻ പോകുന്നത് മ്യൂസിക്കാണ്. ആ വിഷയത്തിൽ പഠിച്ച ആളുകൾ ഈ അടുത്ത് പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. അടുത്ത ഏറ്റവും വലിയ ഷർറതാണ്. അള്ളാഹു തആല കാക്കട്ടെ. പക്ഷെ എന്ത് വന്നാല് നമുക്ക് ഓതാൻ ആയത്തുണ്ട്, പറയാൻ ഹദീസുണ്ട്. അതാ രസം. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാറ്റിനും ആയത്ത് ഹദീസ് ഓതാണ്ടാവും. പക്ഷെ ഈ ഖൗമിന്റെ ഭാരവാഹിത്വം അതിൽ എത്ര ഉണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ലഹരിക്ക് വന്ന 40 ആളില് ഏകദേശം 40 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. സങ്കടം നമുക്ക് ഓരോടും ഇങ്ങനെ പറയണം, നമ്മൾ അത് ശരിയല്ല, ഇത് ശരിയല്ല. പക്ഷെ നമ്മളെ അതിന്റെ കൂടെ പഠിപ്പിക്കണത് ഏറ്റവും വലിയ തിന്മയെ കുറിച്ച് പഠിപ്പിക്കും, ശിർക്കിനെ കുറിച്ച്. പക്ഷെ ഇവിടെ നിന്ന് ഇന്നിപ്പോ എന്താ വെച്ചാൽ ആ തിന്മക്കെതിരെ ഏത് ലഹരി ഒരു സാമൂഹിക വിപത്താണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്റെ എല്ലാവിധ ആശംസയും, ഏത് ആ സാമൂഹിക വിപത്തിനെക്കാളും വലിയ വിപത്താണിത്, ഈ ആശംസ എന്നാണ് ശൈഖുൽ ഇസ്ലാം പറയണത്. ആശംസ അതിലും വലിയ വിപത്താണെന്ന്, ഏത് ലഹരിയെക്കാളും വലിയ വിപത്താണെന്നാണ്. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ശരി, ഈ ആയത്തില് 2 പദം നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് വാഹിദ്, 2 ഖഹാർ. ഖഹാർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥം? സർവാധിപതിയായവൻ എന്നൊക്കെ നമ്മൾ പറയും. സർവത്തിനും അധിപതിയായവൻ, അതായത് അടക്കി ഭരിക്കുന്നവൻ, ഒരിക്കലും ഭരിക്കപ്പെടാതിരിക്കുന്നവനാ. ഓനെല്ലാരും ഭരിക്കണു, ഓനാരും ഭരിക്കുന്നില്ല എന്ന്. ശരി, ഇനി നിങ്ങള് ഉലൂഹിയത്ത് ഇവിടെ സ്ഥാപിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലൂഹിയത്ത് സ്ഥാപിച്ചിട്ട് ഇലാഹ് അല്ലാഹു മാത്രമാണ് എന്ന് റബ്ബ് പ്രഖ്യാപിച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ? അതാണ് അടുത്ത ആയത്തിൽ പഠിപ്പിക്കണമെന്ന് അറിയോ? അവനാണ് റബ്ബ് എന്നത് കൊണ്ടാണ്. ഖുർആനിലെ വളരെ രസകരമായൊരു ശൈലി, അത്ഭുതം നമുക്ക് തോന്നുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോ റുബൂബിയത്ത് ആദ്യം പറഞ്ഞിട്ട് ഉലൂഹിയത്ത് സ്ഥാപിക്കും. ഇവിടെ അല്ലാഹ് സ്ഥാപിക്കണ ഉലൂഹിയത്ത് സ്ഥാപിക്കണത്, ഉലൂഹിയത്ത് പറഞ്ഞിട്ട് പിന്നെ സ്ഥാപിക്കണതാ എന്തുകൊണ്ട് അല്ലാഹ്ക്ക് മാത്രം, എന്തുകൊണ്ട് അല്ലാഹ്ക്ക് മാത്രം. അതാണ് ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. എന്തുകൊണ്ട് അല്ലാഹ്ക്ക് മാത്രം? അവൻ അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയെയും സത്യത്തോടെ സൃഷ്ടിച്ചവനാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും അവനാണ്, മറ്റൊരു സൃഷ്ടാവില്ല. അതുകൊണ്ട് അവന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്നത്. അതാണ്. അല്ലാതെ ആകാശത്തിന്റെ വിശാലതയും ഭൂമിയുടെ പ്രത്യേകതയും പ്രപഞ്ചശാസ്ത്രവും ഗോളശാസ്ത്രവും വാനശാസ്ത്രവും ഒന്നും പഠിപ്പിക്കാനല്ല അത് പറഞ്ഞു. പിന്നെ ഇതൊക്കെ പടച്ച് പരിപാലിക്കുന്നവനായ അള്ളാഹ്ക്ക് മാത്രമേ ആരാധന പാടുള്ളൂ. അതാണ് നമുക്കിനി വായിക്കാനുള്ള സൂറത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 5-ാമത്തെ ആയത്തിൽ എന്താണ്? ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖി. ഖലഖ, അവൻ സൃഷ്ടിച്ചു. അസ്സമാവാത്ത്, ആകാശങ്ങളെ, ബഹുവചനാണ്. വൽ അർള, ഭൂമിയെയും. എങ്ങനെ? ബിൽ ഹഖി, സത്യത്തോടെ. അവൻ ആകാശത്തെയും ഭൂമിയെയും സത്യത്തോടെ സൃഷ്ടിച്ചു എന്നാണ്. വല്ലാത്ത വാക്കാണ്. നിങ്ങൾ ആരെങ്കിലും എഴുതിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ തഫ്സീറായിട്ട് 2 ആയത്തുകൾ എഴുതിത്തോളിൻ. 38-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ ആയത്ത്. അതേപോലെ 44-ാമത്തെ അധ്യായം അതിന്റെ 38, 39 ആയത്തുകൾ നിങ്ങൾ എഴുതിത്തോളി. ഒന്ന് സൂറത്ത് സ്വാദിന്റെ 27, മറ്റൊന്ന് 44-ാം അധ്യായം സൂറത്ത് ദുഖാൻ അതിന്റെ 38, 39. എനിക്കിവിടെ വായിക്കാൻ നേരമില്ലാത്തവനാണ്, ഓതാൻ നേരമില്ലാത്തവനാണ്. അത് എഴുതിച്ചോളി. ഞെപ്പ പറയണ ആയത്തിന് കൃത്യമായൊരു വിവരണമാണത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയുടെ സത്യത്തോടെ സൃഷ്ടിച്ചു. അതായത് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളുടെയും അവക്കിടയിലുള്ളതിന്റെയും സ്രഷ്ടാവ് അൽ ഖാലിഖ് താനാണ് എന്നവൻ പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ.
അതോടൊപ്പം തന്നെ ഇതൊന്നും അവൻ എന്തിനു വേണ്ടി സൃഷ്ടിച്ചല്ല, വ്യർത്ഥമായി ബാത്തിലായി സൃഷ്ടിച്ചതല്ല. ഒന്നിനെയും അവൻ ബാത്തിലായി സൃഷ്ടിച്ചല്ല. അതങ്ങനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആകാശം ഭൂമി സൃഷ്ടിച്ചത് വെറുതെ സൃഷ്ടിച്ചല്ല, അതിനൊരു ലക്ഷ്യമുണ്ട്. ഈ മഹത്തായ സൃഷ്ടിയെ സൃഷ്ടിച്ചവൻ അവനൊരു പങ്കാളിയോ തുണയോ സന്താനമോ ഇല്ല, ഉണ്ടാകാനും പാടില്ല. അവിടേക്ക് അത് പോണത്. എന്തിനാ അള്ളാഹ്ക്ക് സന്താനമില്ല എന്ന് പറയണത്? ഈ കാണുന്നതൊക്കെ സൃഷ്ടിച്ചതോ മാത്രാണ്. അങ്ങനെ സൃഷ്ടിച്ച ഓനതിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തോടു കൂടി സൃഷ്ടിച്ച അള്ളാഹ്ക്ക് ഒരിക്കലും എന്തില്ല, സന്താനമില്ല, ഇണയില്ല, തുണയില്ല, പങ്കാളിയില്ല. നമ്മള് വേറെ ഭാഷയിൽ നമ്മൾ മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചപ്പോ കുഫുവില്ല, മിഥിലില്ല, നിദ്ദില്ല, ശരീക്കില്ല, ഒന്നുമില്ല. അവനാരാണ്? ഏകനാണ്. നിനക്ക് മനസ്സിലാവുണ്ടോ? അതോ ആകെ ഭ്രാന്തായോ? ജയിലാക്കോ? മനസ്സിലാവുണ്ടോ? അതോ മൊത്തത്തില് കറങ്ങിയോ? ഇല്ല, ചോദിക്കണമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മളിത് പഠിക്കാനുള്ളത്, വിഷയങ്ങൾ മനസ്സിലാണ്, വെറുതെ ഇരുന്നിട്ട് കാര്യമല്ലോ. ശരി, ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതവിടെ തീർന്നു. ഇനി റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവനാണ്. എങ്ങനെ? ഹക്കോടുകൂടി സൃഷ്ടിച്ചു എന്നാണല്ലോ. ഇനി അത് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആകാശത്തേക്ക് തിരിയാണ്. യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. യുകവ്വിറു, കവ്വറ യുകവ്വിറു, അവൻ ചുറ്റിപ്പൊതിയുന്നു, അൽ ലൈല രാത്രിയെ, അലൻ നഹാർ പകലിന്മേൽ, വയുകവ്വിറു അല്ലാഹു ചുറ്റിപ്പൊതിയുകയും ചെയ്യുന്നു, അൻ നഹാറ പകലിനെ, അലൽ ലൈൽ രാത്രിയുടെ മേൽ. അതായത് ചുറ്റിപ്പൊതിയുന്നു, പകലിനെ രാത്രിയുടെ മേലും ചുറ്റിപ്പൊതിയുന്നു. അങ്ങനെ യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. അങ്ങനെ പറഞ്ഞാൽ രാത്രിയെ പകലിന്മേൽ ചുറ്റിപ്പൊതിയുന്നു, പകലിനെ രാത്രിയുടെ മേൽ ചുറ്റിപ്പൊതിയുന്നു എന്ന് പറഞ്ഞാൽ രാത്രി കുറയുകയും പകൽ കൂടുകയും ചെയ്യുന്നു എന്നാണ്. അതുപോലെ പകൽ കുറയുകയും രാത്രി കൂടുകയും ചെയ്യുന്നു. ഒന്നൊന്നിന്റെ മേൽ കൂടുതലാകുന്നു പറഞ്ഞതാണ്. ഇപ്പൊ നമ്മള് ഈ ഒരു 1-2 മാസത്തെ പരിശോധിച്ച് നോക്കി നിങ്ങള്. ഇപ്പൊ രാത്രിയാ പകല കൂടുതൽ? എന്തെങ്കിലും ഒരു പ്രതികരണം വേണ്ടേ? പകല കുറച്ചു മുമ്പോ ഇതിങ്ങനെ വരും, രാത്രി കൂടിയിട്ടല്ലേ, ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കണ സിസ്റ്റം വരും, കുറച്ചും കൂടി മേലേക്ക് വരും, സുബി അതുപോലെ തന്നെ വൈകിട്ടു, അങ്ങനെയാണ്. എന്നിട്ട് വസഖറ ശംസ വൽ ഖമറ, വസഖറ ശംസ വൽ ഖമറ. സഖറ എന്ന് പറഞ്ഞാൽ അവൻ കീഴ്പ്പെടുത്തി വെക്കുകയും ചെയ്തു, അശംസ സൂര്യനെയും, വൽ ഖമറ ചന്ദ്രനെയും. അല്ലാഹു തആല സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അത് ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞാണ്, എഴുതി വെക്കണവർക്ക് വേണ്ടിയിട്ട്. 16 സൂറത്ത് നഹലിന്റെ 12-ാമത്തെ ആയത്തിൽ അത് കാണാൻ പറ്റും. വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ. രാവിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാല് രാത്രിയെ നമുക്ക് വിധേയമാക്കി തന്നു, കീഴ്പ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ എന്താ? അള്ളാഹ് കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് അവൻ നമുക്ക് വിധേയമാക്കി തന്നു എന്ന്. അതായത് രാത്രിയെ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി വസിക്കാനും പകലിനെ വിശ്രമിക്കാനും, അതുപോലെ പകല് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സന്ധാരണ വേളയുമാക്കിയിരിക്കുന്നു. ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് അറിയണ കാര്യങ്ങളാണ്. അപ്പൊ ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുകൂലമാക്കി തീർത്തിരിക്കുന്നു. എന്തിനെ? രാത്രിയെ, സൂര്യനെയും ചന്ദ്രനെയും. ഇനി റബ്ബ് പറഞ്ഞ വാക്ക് അത്ഭുതമുള്ളൊരു വാക്കാണ്. കുല്ലു യജ്രി. കുല്ലു എന്ന് പറഞ്ഞ എല്ലാം, ഈ സൂര്യനും ചന്ദ്രനൊക്കെ യജ്രി എന്നാണ്. യജ്രി എന്ന് പറഞ്ഞാൽ ചലിക്കുന്നു. യജ്രി മജ്റദ്ദം എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? ശൈത്താൻ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കുന്നു, രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ ഓടിത്തുന്നല്ലേ, അവിടെയാണ് യജ്രി എന്ന് പറഞ്ഞു. ലി അജലിൻ. അജല് പറഞ്ഞാൽ ഒരവധി വരെ, മുസമ്മ നിർണയിക്കപ്പെട്ട, എല്ലാം തന്നെ നിർണയിക്കപ്പെട്ട ഒരവധി വരെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ സൂറത്ത് യാസീനിലെ 38-ാമത്തെ ആയത്ത് 36, 38 വായിച്ചു നോക്കിയാൽ മതി. ഇതൊന്നും ഇവിടെ വായിക്കാൻ നമുക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്. കുല്ലുൻ എന്ന് പറഞ്ഞാൽ മിനശ്ശംസി വൽ ഖമർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം മൊത്തത്തില്. അത് മാത്രമല്ല, നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. യജ്രീലി അജലി മുസമ്മ എന്ന് പറഞ്ഞാൽ
അതിന് നൽകപ്പെട്ട ഒരു തഫ്സീർ എന്താ അറിയോ? യഅനി ഇലാ ഖിയാമിസ് സാഅ, അന്ത്യനാള് വരുന്നവരെയും അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് സൂര്യനെ കുറിച്ച് കാണാതെ, സൂര്യൻ എന്നും സഞ്ചരിക്കും. എന്നിട്ടത് രാത്രി അള്ളാഹുവിന്റെ രാവിലെ ആകുമ്പോൾ അത് അർശിന്റെ താഴെ ചെല്ലുന്നതാണ്. എങ്ങനെ വെച്ചാൽ അള്ളാഹു ആലം, സുജൂദിൽ വീഴും. അള്ളാഹു താല അതിനോട് വീണ്ടും സഞ്ചരിക്കാൻ പറയും. അങ്ങനെ അത് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി നീ പടിഞ്ഞാറ് നൊതിക്കുന്ന് പറയും. അപ്പോഴത് പടിഞ്ഞാറ് നൊതിക്കുമെന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ നമുക്ക് പറഞ്ഞുതരാണ് ഇതൊക്കെ. അപ്പോ ഇതൊക്കെ എന്തിനാണ് ശരിക്കും? ഈ സൂര്യനും ചന്ദ്രനൊക്കെ വർഷങ്ങളുടെ എണ്ണവും കണക്കൊക്കെ അറിയാനാണ്. സൂര്യ കലണ്ടർ, ചന്ദ്ര കലണ്ടറൊക്കെ നമുക്കറിയാം. ഇത് മനസ്സിലാക്കാൻ 10 സൂറത്ത് യൂനുസിന്റെ 5-ാമത്തെ ആയത്തും 6-ാം അധ്യായം സൂറത്ത് അൻആമിന്റെ 96-ാമത്തെ ആയത്തും കൂടി ഇതിന്റെ കൂടെ വായിച്ചാൽ മതി. എന്നിട്ട് റബ്ബ് പറഞ്ഞു, അലാ അറിയുക, ഹുവ അവൻ, അൽ അസീസ് അവൻ അസീസാണ്, അൽ ഗഫാർ അവൻ ആരാണ്? അൽ ഗഫാറാണ്. എത്ര രസമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവൻ അസീസാണ്, അൽ ഗഫാറാണ്. ശരിക്കും നിങ്ങൾ ഇതിന്റെ പ്രയോഗങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. വല്ലാഹു അലം. ഓരോ ആയത്തും അള്ളാഹു സ്വീകരിച്ച രീതി നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇത് 2-3 തവണ ആവർത്തിച്ച് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് ആദ്യം വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി ആവൂല രണ്ടാമത് വായിക്കുമ്പോൾ കിട്ടാം. നിങ്ങൾക്ക് അറബി അറിയുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഏതെങ്കിലും ഒരു തഫ്സീർ, മുയസ്സറോ അല്ലെങ്കിൽ മുഖ്തസറോ അല്ലെങ്കിൽ സഅദിയോ ബഗവിയോ, അതിന് കുറച്ചാണ് മേലൊക്കെ ഏതാ വായിക്കാൻ പറ്റിയ അതിനൊക്കെ ഇംഗ്ലീഷ് കിട്ടാണ്ട്. പ്രത്യേകിച്ച് ഇബ്നു കസീറിന്റെ ഇംഗ്ലീഷ് കിട്ടാണ്ട്, സഅദിയുടെ ഇംഗ്ലീഷ് കിട്ടാണ്ട്, പല ഭാഷയിലുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മാനുവലിന്റെ പരിഭാഷയെങ്കിലും നിർത്തി വായിച്ചു നോക്കാം. തഫ്സീറെങ്കിലും കുറച്ചൊരു ഐഡിയ കേട്ടോ. നിങ്ങൾ ആദ്യം വായിക്കുന്നത് പോലെ നിങ്ങൾക്ക് രണ്ടാമത് വായിക്കും, ഒന്നും കൂടിയും അതിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇതിന്റെ പ്രയോഗങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന പ്രയോഗങ്ങളാണ്. നമ്മളിതിങ്ങനെ പറയുമ്പോൾ അതൊരു ലാഹിറായിട്ട് നമ്മൾ കേട്ടുപോകുക എന്നല്ലാതെ നിങ്ങൾ ആലോചിക്കും, ഓരോ വിഷയങ്ങൾ പറയുന്നിടത്തും അള്ളാഹു അത് അവസാനിപ്പിക്കണം അവന്റെ നാമങ്ങളെ വെച്ചിട്ടാണ്. ഇവിടെ അവൻ വെച്ച നാമം അവൻ അസീസാണ്, അവൻ ഗഫാറാണ് അല്ലേ? ഈ പ്രവർത്തികൾ ചെയ്യുകയും തന്റെ സൃഷ്ടികൾക്ക് ഈ നിഅമത്തുകൾ നൽകുകയും ചെയ്തവൻ അള്ളാഹു തന്നെ എതിർത്തവരോടുള്ള പ്രതികാരത്തിൽ അവൻ പ്രതാപവാനാണെന്നാണ്, ശക്തനാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പദാണത്. അതുപോലെ അവൻ ഗഫാറാണ്. ഗഫാർ എന്ന് നമുക്കറിയാം, അവനോട് തൗബ ചെയ്യുന്ന തന്റെ അടിയാന്മാരുടെ പാപങ്ങൾക്ക് മാപ്പേകുന്നവനാണ് അവൻ. അപ്പൊ ശരിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ പ്രവൃത്തിയൊക്കെ അള്ളാഹുവിന്റെ മാത്രം അധീനതയിൽപ്പെട്ട ഇസ്സത്ത്, അസീസാണ് അവൻ. രണ്ടാമത്തത്, ഇതെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഖഹാറും വാഹിദുമായ അള്ളാഹുവിനെ വിട്ടിട്ട് അവന്റെ പടപ്പുകളിലേക്ക് തിരിഞ്ഞുപോയ ഷിർക്കിന്റെ, കുഫറിന്റെ, വലാലത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു പോയ ആളുകൾക്കുള്ള കൗനിയായ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവർ തിരിച്ചു വരിക. അവൻ ആരാണ്? അൽ ഗഫാറാണ്. അൽ ഗഫാർ. ശരിക്കും അള്ളാഹിന്റെ ദൃഷ്ടാന്തം 2 തരത്തിലാണ്. ഒന്ന് ആയാത്തുൽ ശറഇയ്യ, 2 ആയാത്തുൽ കൗനിയ. ആയാത്തുൽ കൗനിയ, ഇത് ഈ പറഞ്ഞതൊക്കെ ആയാത്തുൽ കൗനിയാണ്, കൗനിയായ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബ. അതേപോലെയാണ് എന്ത്? ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് യുകവ്വിറുൽ ലൈല അലൻ നഹാർ വ യുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. ഇതൊക്കെ എന്തിനത് പറയണത്? ആകാശം പഠിപ്പിക്കാനാണോ? ശാസ്ത്രം പഠിപ്പിക്കാനാണോ? പ്രകൃതി സംവിധാനങ്ങളെ കുറിച്ച് അല്ല. ഇതൊക്കെ സൃഷ്ടിച്ച ഖാലിഖായ, മാലിക്കായ, റാസിഖായ, മുദബ്ബിറായ അവനോട് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ്. അത് ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് പറഞ്ഞത്. ആ ആയത്തിൽ അല്ലാഹു തആല വഹദാനിയത്ത് സ്ഥാപിച്ചു. അതെങ്ങനെ? ഉലൂഹിയത്ത് സ്ഥാപിച്ചു. ആ ഉലൂഹിയത്ത് സ്ഥാപിക്കാൻ അവൻ ഉലൂഹിയത്ത് പറഞ്ഞു. ആ ഉലൂഹിയത്ത് പറഞ്ഞിട്ട് അവൻ പിന്നെ സ്ഥാപിക്കുന്നതാണ് ആ ഉലൂഹിയത്തിന് അധികാരപ്പെട്ടവനാരോ അവൻ മാത്രം. അവന്റെ പ്രത്യേകത എന്നത് ഖലഖസ് സമാവാതി വൽ അർദ്. നോക്കി, നിങ്ങൾ റുബൂബിയത്ത് സ്ഥാപിക്കണം. ഇത് ആദ്യത്തെ ഉപദേശം, വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ഉപദേശം, 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 21-ാമത്തെ ആയത്ത്. നിങ്ങൾക്ക് കാണാതെ ഓർമ്മ ഉണ്ടാവും. എന്താ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഉലൂഹിയത്ത് സ്ഥാപിക്കണം. എന്തുകൊണ്ട് അല്ലാഹ്ക്ക് മാത്രം ആരാധന?
അടുത്തത് അങ്ങനെയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും. അടുത്തത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതേ ശൈലി വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ഉപദേശമായ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 21-22 ആയത്തുകളിൽ അതേ ശൈലി അള്ളാഹു ഇവിടെ ആവർത്തിക്കാൻ. ആദ്യം ഉലൂഹിയത്ത് സ്ഥാപിച്ചു, എന്നിട്ട് അതിന് ഉപോത്ബലകമായി അള്ളാഹു തആല എന്ത് ചെയ്യണം, റുബൂബിയത്ത് സ്ഥാപിക്കണം. ഈ 2 പദവും നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അതിന്റെ മലയാളം പറയാത്തത്, അല്ല എമ്മിൽ കുറെ സമയം പോകും. ശരി, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുന്നവരായി ജീവിക്കണം എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മക്കാ മുശ്രിക്കുകളെയും അതുപോലുള്ള ദലാലത്തിന്റെ അഹലുകാരൊക്കെ മുന്നിൽ വെച്ചിട്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിപ്പെട്ട ഒരു ജീവിതം നയിച്ച് അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ശരി, നമുക്കൊന്ന് ഓതിയിട്ടുണ്ട് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين. ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. إن الله لا يهدي من هو كاذب كفار. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار. خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. اللهم ارحمنا بالقرآن اللهم ارحمنا بالقرآن اللهم ارحمنا بالقرآن. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد كفارة المجلس سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.